കേരള ബോക്സ് ഓഫീസിൽ തരംഗം തീർക്കാൻ വിഷു റിലീസുകൾ ഒരുങ്ങുകയാണ്. സൂപ്പർ താര സിനിമകൾ ഉൾപ്പെടെ വലുതും ചെറുതുമായ നിരവധി സിനിമകളാണ് വിഷുവിന് പ്രേക്ഷകരെ കാത്തിരിക്കുന്നത്. അവധിക്കാലമായതിനാൽ തിയേറ്ററുകളിൽ നിലവിൽ തന്നെ നല്ല തിരക്കാണ്. കേരളക്കരയിൽ നിന്നും പാൻ ഇന്ത്യൻ റിലീസായ എമ്പുരാൻ ബോക്സ് ഓഫീസിൽ റെക്കോർഡുകൾ തകർത്ത് മുന്നേറുകയാണ്. ആ സംഹാര താണ്ഡവം അവസാനിക്കും മുൻപ് തന്നെയാണ് വിഷു റിലീസുകൾ എത്തുന്നതും. മമ്മൂട്ടി, ബേസിൽ ജോസഫ്, നസ്ലേൻ, അജിത് കുമാർ എന്നിവരാണ് ഈ വിഷുക്കാലത്ത് ബോക്സ് ഓഫീസിൽ ഏറ്റുമുട്ടാനൊരുങ്ങുന്നത്. മമ്മൂട്ടി നായകനായി എത്തുന്ന ബസൂക്കയാണ് വിഷു റിലീസിൽ വമ്പൻ. നവാഗതനായ ഡീനോ ഡെന്നി സംവിധാനം ചെയ്യുന്ന ചിത്രം ഗെയിം ത്രില്ലർ ജോണറിൽ ഉൾപ്പെടുന്നതാണ്. ചിത്രത്തിന്റെ ട്രെയിലറിന് വൻ സ്വീകാര്യതയാണ് ലഭിച്ചതും. മമ്മൂട്ടിയുടെ ഗെറ്റപ്പ് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. സംവിധായകൻ ഗൗതം വാസുദേവ് മേനോനും ചിത്രത്തിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. കൂടാതെ സിദ്ധാർത്ഥ് ഭരതൻ, ഭാമ അരുൺ, ഹക്കിം ഷാ തുടങ്ങി വൻ താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. ഏപ്രിൽ 10-ന് ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തും. കേരളത്തിൽ 200-നടുത്ത് സ്ക്രീനുകളിൽ ബസൂക്ക റിലീസ് ചെയ്യാനാണ് അണിയറക്കാർ ലക്ഷ്യമിടുന്നത്. ബേസിൽ ജോസഫ് നായകനായി എത്തുന്ന മരണമാസാണ് വിഷു റിലീസുകളിൽ അടുത്തത്. ഒരു കോമഡി എന്റർടൈനർ ആയിട്ടാണ് ചിത്രം ഒരുങ്ങുന്നത്. ചിത്രത്തിലെ ബേസിൽ ജോസഫിന്റെ വ്യത്യസ്ത ലുക്ക് സിനിമാ ലോകത്ത് ചർച്ചയായിരുന്നു. സോഷ്യൽ മീഡിയയിലെ ട്രെൻഡിനനുസരിച്ച് അണിയറ പ്രവർത്തകർ നടത്തിയ പ്രൊമോഷനുകളും രസകരമായിരുന്നു. ഒരു ഡാർക്ക് കോമഡി സ്വഭാവത്തിലുള്ള ചിത്രത്തിൽ ബേസിലിന്റെ അഴിഞ്ഞാട്ടം തന്നെ പ്രതീക്ഷിക്കാം. നവാഗതനായ ശിവപ്രസാദാണ് മരണമാസ് സംവിധാനം ചെയ്യുന്നത്. വാഴ, ഗുരുവായൂരമ്പല നടയിൽ എന്നീ സിനിമകളിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ സിജു സണ്ണിയാണ് മരണമാ സിനിമയുടെ കഥയൊരുക്കുന്നത്. രാജേഷ് മാധവൻ, സിജു സണ്ണി, സുരേഷ് കൃഷ്ണ, ബാബു ആന്റണി എന്നിവരാണ് ചിത്രത്തിൽ മറ്റു പ്രധാന വേഷങ്ങളിലെത്തുന്നത്. ചിത്രം ഏപ്രിൽ 10-ന് തിയേറ്ററുകളിലെത്തും. തല്ലുമാല എന്ന ട്രെൻഡ് സെറ്ററിന് ശേഷം ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്യുന്ന ആലപ്പുഴ ജിംഖാനയാണ് വിഷു റിലീസിലെ അടുത്ത ആകർഷണം. നസ്ലേൻ, ഗണപതി, ലുക്മാൻ എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. അനൗൺസ്മെന്റ് വന്നതു മുതൽ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകളാണ് ചിത്രത്തെക്കുറിച്ച് ഉയർന്നിരുന്നത്. ആലപ്പുഴ ജിംഖാനയ്ക്കായി നസ്ലേൻ, ലുക്മാൻ അവറാൻ, ഗണപതി എന്നിവർ നടത്തിയ ബോഡി ട്രാൻസ്ഫർമേഷൻ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ആലപ്പുഴ ജിംഖാനയും ഏപ്രിൽ 10-ന് വിഷു റിലീസായി തിയേറ്ററുകളിലെത്തും. തമിഴിൽ നിന്ന് കേരളത്തിലേക്ക് വിഷു കളറാക്കാൻ എത്തുന്നത് അജിത് ചിത്രമായ ഗുഡ് ബാഡ് അഗ്ലിയാണ്. ഏപ്രിൽ 10-ന് സമ്മർ റിലീസായാണ് ചിത്രം തിയേറ്ററിലെത്തുന്നത്. മാർക്ക് ആന്റണിയുടെ വിജയത്തിന് ശേഷം ആദിക് രവിചന്ദ്രന്റെ സംവിധാനത്തിലെത്തുന്ന ചിത്രമാണിത്. അജിത്തിന്റേതായി ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ വിടാമുയർച്ചി പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നിരുന്നില്ല. ചിത്രത്തിന്റെ ടീസറും അജിത്തിന്റെ ഗെറ്റപ്പുകളും ആരാധകർ ഏറ്റെടുത്തിരുന്നു. സുനിൽ, പ്രസന്ന, തൃഷ എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന താരങ്ങൾ. ശ്രീ ഗോകുല മൂവീസ് ആണ് കേരളത്തിലെ തിയേറ്ററുകളിലേക്ക് ഈ ചിത്രം എത്തിച്ചിരിക്കുന്നത്. തമിഴ്, മലയാളം എന്നിവയ്ക്ക് പുറമെ ഹിന്ദി, കന്നഡ, തെലുങ്ക് എന്നീ ഭാഷകളിലും ഗുഡ് ബാഡ് അഗ്ലി റിലീസ് ചെയ്യും. 2025-ന്റെ തുടക്കത്തിൽ ബോക്സ് ഓഫീസിലുണ്ടായ പ്രതിസന്ധി എമ്പുരാന്റെ കുതിപ്പോടെ മറികടന്നിരുന്നു. ലാലേട്ടൻ പൃഥ്വിരാജ് കോംബോ ചിത്രത്തിലൂടെ കിട്ടിയ ഊർജം വിഷു റിലീസുകൾ മുന്നോട്ട് കൊണ്ടുപോകുമോ എന്നറിയാൻ കാത്തിരിക്കുകയാണ് സിനിമാ പ്രേമികൾ. ഇവയിൽ ഏത് ചിത്രം വിഷു വിന്നറാകുമെന്നറിയാൻ കാത്തിരിക്കുന്നവരും കുറവല്ല. നിങ്ങൾ ഏത് ചിത്രത്തിനായാണ് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതെന്ന് കമന്റായി പറയാൻ മറക്കരുത്. വീണ്ടും കാണാം. ബൈ.